ആമി ഹാർഡ് ഷേപ്പ് അല്ല, പക്ഷേ ഇതേ ചുവരും ന്യൂസ് പേപ്പർ ആണല്ലോ. ഹലോ, എല്ലാവർക്കും അമൃത ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സീനറികളൊക്കെ ഉള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ. നല്ല സന്തോഷം, മനസ്സ് നിറഞ്ഞൊരു ട്രിപ്പായിരുന്നു ഇത്. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് വരൂ. അമ്മിനി എങ്ങിട്ട് പോവാ? ഉറക്കം വന്ന് ചിരിക്കുന്നൊരു വോൾട്ടേജ് ഇല്ലല്ലോ. ആമിക്ക് പോയ ഉടനെ നല്ല പേടിയായിരുന്നു കേട്ടോ. പേടിയാണോ വെള്ളം നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ താഴെ വെച്ചപ്പോഴത്തേക്കും തണുത്തതുകൊണ്ടാണോന്ന് അറിയില്ല, അവൾ ആദ്യം ഇറങ്ങുന്നുണ്ടായില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കളിക്കുന്നുണ്ടായി, അവിടെ ഇരുന്ന് വെള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ടായി. നമ്മൾ നേരത്തെ കണ്ട ഗ്രാനൈറ്റ് ക്വാറിയില്ലേ, അതിൻ്റെ വലിയ കുറേ വെള്ളം കണ്ടത്, അതിൻ്റെ പണ്ടത്തെ തുടങ്ങി അവർ ക്വാറിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ളൊരു മിനിയേച്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് ഒരു ഹാർട്ട് ഷേപ്പില്ലേ ഇതിന്, ചെടിക്ക് അല്ല ഈ പൂവിന്. ഇത് ഹാർട്ട് ഷേപ്പ് അല്ല, പക്ഷേ ഒരു ആംഗിൾ നോക്കുമ്പോൾ ഹാർട്ട് ഷേപ്പ് പോലെ ഇരിക്കണം. നമ്മളങ്ങനെ ആ ഒരു അതെന്താ സ്ഥലം എനിക്കറിയാൻ കൂടി ഇല്ല, ഇത് ഡെസ്റ്റിനേഷൻ. റോക്ക് പോട്ടിൽ നിന്ന് ഇറങ്ങി നല്ല വിശന്നപ്പോൾ ഇവിടെ നല്ലൊരു ലോബ്സ്റ്റർ റോള്, എന്താ ഫ്രൈഡ് സീ ഫുഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഫ്രഷ് ആയിരിക്കുമല്ലോ, കടലിന് പിടിക്കുന്നു, പൊരിച്ചു തരും. അവിടെ ഇറങ്ങി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകാം. കൊള്ളാട്ടാ. ഈ റേസ് കണ്ട ഇങ്ങനെ കാണുന്നുണ്ട്, നിങ്ങളൊരു സൂര്യൻ്റെ സംഭവം അല്ല. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ ഇത് കാണുമ്പോഴത്തേക്ക് നിൽക്കുന്നു ക്യാമറ കാണാതെ. ലൈറ്റ് ഭ്രാന്തനാണ്. ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് പേപ്പർ ഹൗസ്. ഈ വീട്ടിലെ എല്ലാവിധ സാമഗ്രികളും പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ ന്യൂസ് പേപ്പർ. ഓ, ട്രൂഫും ഇതൊക്കെ ഇതൊക്കെ പേപ്പറാ. ചെയറൊക്കെ അതവര് കട്ടിയാക്കുവാടാ പേപ്പർ കൊണ്ട്. മേശയും ഈ ഒരു ഡൈനിങ് ടേബിൾ കണ്ട. ആ നടുക്കത്തെ കോഴിയാണോന്ന് അറിയത്തില്ല. ചെയറും ഈ സ്റ്റൂളും ഈ ചാരലും കണ്ടാ മനസ്സിലാവും. പേപ്പർ മടക്കി മടക്കി മടക്കി. ഓ, എന്നെ വിളിച്ചേ? പിയാനോ പേപ്പറാണോ? ഓ ആ, ഇതൊക്കെ പേപ്പറാ. ആ എന്നാ ഈ കാണുന്ന ഇദ്ദേഹമാണ് എലിസബത്ത് സ്റ്റെൻമാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അമേരിക്കൻ എഞ്ചിനീയർ. ഇദ്ദേഹമാണ് ഈ വീടൊക്കെ ഉണ്ടാക്കിയേക്കണേ ഈ പേപ്പർ വെച്ചിട്ട്. ഒന്ന് കൈ പിടിച്ചു കൊടുത്ത്
ഇതിപ്പം ഇവിടുത്തെ ഒരു പഴയ ടൗൺ ആണ് കേട്ടോ. റോക്ക് പോർട്ടത്തെ ബെയർ നെക്ക് സ്കിൻ എന്നാണ് ഈ ടൗണിൻ്റെ പേര്. നല്ല രസമല്ലേ, ഇങ്ങനെ നടക്കാനൊക്കെ അടിപൊളി നല്ല വൈബുള്ളൊരു ടൗണാണ് കേട്ടോ ഇത്. പൂക്കളും പിന്നെ പഴയ കുറേ ഷോപ്പുകളൊക്കെ ആയിട്ട്. ഈ കാറിൻ്റെ പേരെന്നാ? കോർവെറ്റാ. എന്താ എഴുതിയേക്കണെന്ന് വായിച്ചേ? ഐസ്ക്രീം. ഇവിടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഐസ്ക്രീം ഷോപ്പാണ്. ഓ, ഇത് ചോക്ലേറ്റ് ആണ് പറഞ്ഞ സോൾട്ടഡ് കാരമൽ അടിപൊളിയാണ്. ഇവര് പറഞ്ഞൊന്നും കൊള്ളത്തില്ല. ഇന്ത്യൻ സാധനം ദേവിയുടെ ഒക്കെ അങ്ങോട്ട് നേരെ ചില്ലിന്റെ അപ്പുറത്തൊക്കെ. ഇതിനാ വില അറിയാം, 50, 45. പിന്നെ ഒരു ഹായ് പറയൂ പ്രേക്ഷകരോട്. ഡിമാൻഡ് കാരി ഹായ് ഹായ്. ഞാനിപ്പോൾ ഇവിടെ ഇതുവഴി നടക്കാൻ എനിക്കറിയാം. ഇത് കാണുമ്പോൾ നമ്മുടെ മറ്റേ ഇത് ബെസ്റ്റ് ആക്ടർ മൂവിയിലെ സ്ഥലമല്ലേ, അതുപോലെ ഇല്ല. ഈ കാണുന്ന കുഞ്ഞു ഷാക്കാണ് മോട്ടീവ് നമ്പർ 1. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പെയിൻറ് ചെയ്തിട്ടുള്ള ഷാക്കാണെന്നാണ് പറയുന്നത്. നല്ല ഭംഗിയാണ് ദൂരെ നിന്നൊക്കെ കാണാനൊക്കെ. ഇത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ബോട്ട് അടുത്ത് കണ്ടിട്ടുണ്ടോ? ഇതാണ് ബോട്ടിൻ്റെ ഡ്രൈവിംഗ് സീറ്റ്. കണ്ടോ, കാണുന്നുണ്ടോ? ബോംബെ ധാരാവി ഒഴുകി. നമ്മൾ ആ ധാരാവി പോലുള്ള സ്ഥലത്തൊക്കെ കൂടെ നടന്ന് എന്തിനാ അറിയോ, ഫ്രഷ് മീൻ കിട്ടും ഇവിടെ എവിടെയോന്ന് അവർ പറയുന്നത് കേട്ടിട്ടാണ്. നോക്കുമ്പോൾ വന്ന് നോക്കിയപ്പോൾ എന്താ അവസ്ഥ, ഇങ്ങനത്തെ കുറച്ച് 4-5 മീനുകൾ, അതും ഫ്രഷാന്ന് കണ്ടത് ഒന്നാമത്തെ കുറേ മീനുകൾ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളത് വാങ്ങിക്കാണ്ട് തിരിച്ചു പോയി. ബെയർ സ്കിൻ നെക്ക് കേട്ട് കഴിഞ്ഞാൽ ഒരു കൗതുകം തോന്നൂലേ ആ പേര്? അതിൻ്റെ കാരണം അവിടെ എഴുതി വെച്ചേക്കാണ്. 1700-ലെങ്ങാണ് കടലിൽ പെട്ടിട്ട് ഒരു കരടി ഇവിടെ വന്ന് അടിഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ. അപ്പോൾ അങ്ങനെയാണ് ഇതിന് പേര് വന്നത്. ഈ ഷട്ടിൽ ബസ് കാണാൻ നല്ല രസമില്ലേ? അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞു ട്രിപ്പിൻ്റെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. കാണുന്നില്ല കുഞ്ഞു കുഞ്ഞു പെബിൾസ് കുറേയിലും. അതാണ് ഈ ബീച്ചിൻ്റെ പേര്. അങ്ങനെയാണ് പെബിൾസ് ബീച്ച്. ഒരുപാട് കുഞ്ഞു കുഞ്ഞു കല്ലുകളുണ്ട് ഇവിടെ. ഇപ്പോഴത്തേക്കും ആമി ഉറങ്ങിയിട്ടുണ്ടായിട്ടാ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഈ ഒരു നല്ല ബ്യൂട്ടിഫുൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.